ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക് അവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലെ ലേറ്റസ്റ്റ് വേക്കൻസീസുമായിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് കമ്പനീസ്, അവിടെ ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, അതിന് അവർ ചോദിക്കുന്ന യോഗ്യത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വന്നിട്ടുള്ള വേക്കൻസി കോഡ് ഡിസൈൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റിന്റെ വേക്കൻസിയാണ് നിലവിൽ അവിടെ വന്നിട്ടുള്ളത്. ഇത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള ഒരു വേക്കൻസിയാണ്. മിനിമം 2 ഇയേഴ്സ് ആണ് അവരിപ്പോൾ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് hr@codedesign.in എന്നാണ്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. സബ്ജക്ട് ടാഗിൽ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്ന പൊസിഷനിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ സബ്ജക്ട് ടാഗിൽ അത് ജോബ് ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ CV-യിൽ നിങ്ങളുടെ കറക്റ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള കോൺടാക്ട് നമ്പർ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇമെയിൽ ID മുതലായ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് CV വേണം നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത്, ഒരുപാട് വേക്കൻസികൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്ന മൊസിലോർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. മൊസിലോറിന്റെ കോഴിക്കോട് സൈബർ പാർക്കിലും അതുപോലെ കൊച്ചി ഇൻഫോ പാർക്കിലുമായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. വിവിധ പൊസിഷനിലായാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. പ്രോഡക്റ്റ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. 5+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അസോസിയേറ്റ് പ്രോഡക്റ്റ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. UI അഥവാ UX ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. ഈ കമ്പനിയിൽ തന്നെ അവർ മെൻഷൻ ചെയ്യാത്ത ഒരു വേക്കൻസി കൂടി വന്നിട്ടുണ്ട്. UI അഥവാ UX ഡിസൈനർ ട്രെയിനിയുടെ വേക്കൻസി ഉണ്ട്. അത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ Node.js ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. സീനിയർ ലാരാവൽ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 3+ ഇയേഴ്സ് ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അതേപോലെ PHP ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട്. SEO സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. കണ്ടന്റ് റൈറ്ററിന്റെ വേക്കൻസി വരുന്നുണ്ട്. 1+ ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ കണ്ടന്റ് റൈറ്റർ ലീഗലിലും വേക്കൻസി വന്നിട്ടുണ്ട്. 1+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ mozilla.com എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ ഈ കാണുന്ന എൻ്റയർ വേക്കൻസി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുവഴി ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ആ ഒരു അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഫോ പാർക്കിൽ തന്നെയാണ്. ബട്ട് ഇൻഫോ പാർക്ക് തൃശ്ശൂരിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ജിവൻ ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ലറാവൽ ഡെവലപ്പറിന്റെ വേക്കൻസി ആണ്. റിയാക്ട് ഡെവലപ്പറിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. 1 to 5 ഇയേഴ്സ് ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് hr@gewaninfotech.com എന്നാണ്. ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം. അടുത്ത വേക്കൻസി കോഡ് ഡിസൈൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. അവിടെ വെബ് ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് hr@codedesign.in എന്നാണ്. അടുത്ത വേക്കൻസി ഇൻഫോ പാർക്ക് തൃശ്ശൂരിലുള്ള ജീവൻ ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. HTML ഡെവലപ്പറിന്റെ വേക്കൻസി ആണ് വരുന്നത്. 3 to 5 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID hr@gewaninfotech.com എന്നാണ്. ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് സബ്ജക്ട് ടാഗിൽ ആ ഒരു പൊസിഷന്റെ പേര് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ആംപ്ലിറ്റ്യൂഡ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഫ്ലട്ടർ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 1 to 2 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. IT മേഖലയായ അതായത് കോഡിംഗ് മേഖല, പ്രോഗ്രാമിംഗ് മേഖലയിലല്ലാത്ത ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 1 to 3 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അതേപോലെ SQL ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 3 to 4 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. HTML ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 2 to 3 ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് hr@jupiterbs.com എന്നാണ്. ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള അക്രോൺ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ജൂനിയർ വേർഡ്പ്രസ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 1 ഇയർ ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. കണ്ടന്റ് റൈറ്ററിന്റെ വേക്കൻസി ഉണ്ട്. ക്രിയേറ്റീവ് കണ്ടന്റ് റൈറ്റർ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 1 ഇയർ ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID hr@acrontechnologies.com എന്നാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്.
അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള എംപേ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. 3 തസ്തികയിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. QA എഞ്ചിനീയർ ഉണ്ട്, സീനിയർ QA എഞ്ചിനീയർ ഉണ്ട്, QA ലീഡിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. QA എഞ്ചിനീയറിന് 2+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്, സീനിയർ QA എഞ്ചിനീയറിന് 4+ ഇയേഴ്സും, അതുപോലെ QA ലീഡിന് 6+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് hr@empaysoft.com എന്നാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ടെക്വെയർ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. .NET ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 2 to 4 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അതേപോലെ ഫ്രഷേഴ്സിനുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. IT ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. മെയിൻലി ഒരു IT മാർക്കറ്റിംഗ് വേക്കൻസി ആണത്. ഫ്രഷേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ MBA മാർക്കറ്റിംഗ് ഫ്രഷേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. അതുപോലെ IT, അത് IT-യിൽ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലാണ് വരുന്നത്. 1 to 3 ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അത് IT സെയിൽസ് മേഖലയിൽ വേണമെന്നാണ് പറയുന്നത്. അതുപോലെ സെയിൽസ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 1 to 3 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഫ്ലട്ടർ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 1 to 3 ഇയേഴ്സ് ആണ്. അതുപോലെ ക്വാളിറ്റി അനലിസ്റ്റിന് 2 to 3 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് careers@techwearlab.com എന്നാണ്. സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലാണോ അപേക്ഷിക്കുന്നത് അത് കറക്റ്റ് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അടുത്ത കമ്പനി വന്നിട്ടുള്ളത് ഇന്നോവേച്ചർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ പൊസിഷനിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പവർ പ്ലാറ്റ്ഫോം ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. അതിന്റെ സ്കിൽസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. എല്ലാം വായിക്കാൻ നിന്നാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ടാണ് ഒരു പേര് ജസ്റ്റ് റീഡ് ചെയ്യാം. എക്സ്പീരിയൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പവർ പ്ലാറ്റ്ഫോം ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ സീനിയർ ബിസിനസ് അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. അതിന്റെ സ്കിൽസ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ഒരു പോസ്റ്റിന് താഴെയായിട്ട്. അതുപോലെ ടെക്നിക്കൽ ആർക്കിടെക്ടിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. അത് C#ലൊക്കെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്കില്ല് ചോദിക്കുന്നത്. അതേപോലെ റൂബി അഥവാ റെയിൽസ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ആൻഡ്രോയിഡ് ഡെവലപ്പറിന്റെ വേക്കൻസി വരുന്നുണ്ട്. അതേപോലെ DevOps എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അത് ബാക്ക് ആൻഡ് ഡെവലപ്മെന്റിൽ വേക്കൻസി വന്നിട്ടുണ്ട്. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫ്രണ്ട് എൻഡിൽ വേക്കൻസി വന്നിട്ടുണ്ട്. iOS Swift ഡെവലപ്പറിന്റെ വേക്കൻസി വരുന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV hr@innovatorlabs.com എന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കുക. സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പൊസിഷൻ കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയും വേക്കൻസീസ് ആണ് നിലവിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഇത്രയും വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.